ഗതാഗതം പുനഃസ്ഥാപിച്ചത് അപകടത്തിൽ നിന്നും കാൽനട യാത്രക്കാരൻ തലനാരിടയ്ക്ക് രക്ഷപ്പെട്ടു. കാസർഗോഡ് കുമ്പള പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് പരിശോധന. അനധികൃത കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയെന്ന പരാതിയിലാണ് പരിശോധന. ആരോപണ വിധേയമായി കെട്ടിടങ്ങൾ അളന്ന് പരിശോധിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, കുമ്പള പഞ്ചായത്ത് ഓഫീസിലാണ് വിജിലൻസ് പരിശോധന. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? വിജിലൻസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തിയത് കുമ്പള പഞ്ചായത്ത് ഓഫീസിലായിരുന്നു ഇത്തരത്തിൽ വിജിലൻസിന്റെ പരിശോധന ഉണ്ടായത്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇത്തരത്തിൽ പരാതിയെ തുടർന്ന് അന്വേഷണവുമായി രംഗത്തെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനധികൃതമായി അനുമതി നൽകിയിട്ടുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന വിവരം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായും ഈ പരിശോധന നടത്തിയിട്ടുള്ളത്. കുമ്പളയിലെ ടൗൺ കേന്ദ്രീകരിച്ച് നടത്തിയ ചില കെട്ടിടങ്ങളിൽ, അതായത് നിർമ്മാണം നടത്തിയ ചില കെട്ടിടങ്ങളിൽ അനധികൃതമായി അനുമതി നൽകുകയും അതുപോലെ തന്നെ കെട്ടിട നമ്പർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കുകയും ചെയ്തതായി ഈ പരാതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പരിശോധനയുമായി വിജിലൻസ് രംഗത്തെത്തിയിട്ടുള്ളത്. ഇതിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ രീതിയിലുള്ള വീഴ്ച വന്നതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തൽ. എന്തായാലും ഈ ആരോപണ വിധേയമായ ചില കെട്ടിടങ്ങളിലും അളന്ന് പരിശോധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ സമാന രീതിയിൽ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലും ടൗൺ കേന്ദ്രീകരിച്ചും നിർമ്മിതികൾ നടത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ പരാതികളും ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഇപ്പോഴും വിജിലൻസിന്റെ പരിശോധന പഞ്ചായത്ത് ഓഫീസിൽ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും മറ്റ് നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ദിറ്റി. ശരി. കാസർഗോഡ് കുമ്പള പഞ്ചായത്ത് ഓഫീസിൽ വിജിലൻസ് പരിശോധന. അനധികൃത കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകിയെന്ന പരാതിയിലാണ് പരിശോധന. ആരോപണ വിധേയമായ കെട്ടിടങ്ങൾ അളന്ന് പരിശോധിച്ചു. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ പുനഃസംഘടന വൈകും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ പുനഃസംഘടന നടത്തുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിന് പിന്നാലെ എ ഗ്രൂപ്പ്